ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ചായ കുടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറച്ച് തൈകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പച്ചക്കറീൻ്റെ. അപ്പോൾ അത് നടാമെന്ന് വെച്ചിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തൈകളൊക്കെ ഞാൻ ഇന്നലെ നട്ടിട്ടുണ്ടായിരുന്നു. തക്കാളീൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഇന്നലെ നട്ടു കേട്ടോ. അപ്പോൾ ബാക്കി കുറച്ച് തൈകളും കൂടി ഉണ്ടായിരുന്നു. ഒരു സൈസ് ചതുരപ്പയറിൻ്റെ തൈ ഇപ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം അത് വാങ്ങിച്ചിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് ഏരിയയിൽ നട്ടിട്ടുണ്ടായില്ല. ഏരി മാടി വെച്ചിട്ടുണ്ടായാലും നട്ടിട്ടുണ്ടായില്ല. അപ്പം ഞാൻ അവിടെ എല്ലാം ഈ തൈകളൊക്കെ ഓരോന്നായിട്ട് അവിടെ നട്ടു കൊടുക്കുകയാണ് കേട്ടോ. അതുവരെയുള്ള എല്ലാ തൈയിലേക്കുള്ള പൈപ്പും ചേട്ടൻ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഏരിയയിൽ മാത്രം പൈപ്പൊന്നും കണക്ട് ചെയ്തിട്ടുണ്ടായില്ല, ഒന്നും നടാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ നട്ടു കൊടുത്ത തൈക്കൊക്കെ പിന്നെ വെള്ളം കൊണ്ടുപോയിട്ട് നനച്ചു കൊടുക്കുകട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലത്തെ എൻ്റെ തൈനാടിലും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി നോക്കണം കേട്ടോ. ഉച്ചക്കത്തേക്ക് ഞാൻ ചോറൊക്കെ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട്. കറി വെക്കണം. കറി വെക്കാൻ വേണ്ടി കുറച്ച് ചിക്കനൊക്കെ വാങ്ങിച്ചോളൂന്ന് വെച്ചിട്ടുണ്ട് ചേട്ടൻ. പിന്നെ അത് വെക്കാനായിട്ട് നോക്കണം. അങ്ങനെ ഇതാ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, തക്കാളി. ചിക്കൻ കറി ഞാൻ രണ്ട് രീതിയിൽ വെക്കാറുണ്ട്. ഈ കാണുന്ന ഈ ഐറ്റംസൊക്കെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ വേവിച്ചെടുത്തിട്ടും വെക്കാറുണ്ട്. കുറച്ചുകൂടി എളുപ്പം അങ്ങനെ വെക്കണം തന്നെയാണ് കേട്ടോ. പക്ഷേ കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വഴറ്റിയിട്ട് ഉള്ളിയും കാര്യങ്ങളൊക്കെ വഴറ്റി എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇനി എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുക. അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വഴന്ന് കിട്ടും കേട്ടോ. അതുകൊണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. അപ്പോൾ സവാള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, അതുപോലെ ചിക്കൻ മസാല, പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കണില്ല. ഞാൻ കറിയൊക്കെ ആയതിന് ശേഷം ലാസ്റ്റാണ് കുരുമുളക് പൊടി ചേർക്കണം കേട്ടോ. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. തക്കാളി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഇപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിക്കാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ കറി ഇവിടെ റെഡി ആയിട്ടോ. പക്ഷേ ഞാനിവിടെ ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കുകയാണ് ചെയ്യണത്. അങ്ങനെ ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ആ ചെറിയ ഉള്ളിയുടെ ടേസ്റ്റും കൂടി ആ കറിയിലേക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ ചെറിയ ഉള്ളി കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചെറിയ ഉള്ളി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കാച്ചിയിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുന്നായിട്ട് തേങ്ങാക്കൊത്ത് ചൂടാക്കിയിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സത്യത്തിൽ ഞാൻ ഈ വീഡിയോയിൽ തേങ്ങാക്കൊത്ത് ഇടേണ്ട കാര്യം വിട്ടുപോയിട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാക്കൊത്തൊന്നും അരിഞ്ഞെടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ ബാക്കി ഉള്ളി കാച്ചി ഒഴിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി ആ കറിയുടെ മുകളിലൂടെ കുറച്ച് മല്ലിയിലയും കൂടി വിതറി കഴിഞ്ഞാൽ എൻ്റെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും, വ്യത്യാസം ഉണ്ടാവും കേട്ടോ വെക്കുന്ന രീതിയൊക്കെ. അപ്പോൾ ഇതുപോലെ വെച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ കുറച്ച് ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ആക്കിയ സ്ഥിതിക്ക് എന്തായാലും ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.